പൂക്കോട് ഉപതെരഞ്ഞെടുപ്പ് LDFിലെ ഒരു പ്രധാന ഘടകകക്ഷിയായിട്ടുള്ള CP തെരഞ്ഞെടുപ്പ് വിജയം എങ്ങനെ കാണും? പൂക്കോട് വൈ-ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ്റെ ഡേറ്റ് 10-ാം തീയതി ഡിസംബർ 10-ാം തീയതി പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് CPIയുടെ നേതൃത്വത്തിൽ ഉള്ള പ്രധാനപ്പെട്ട രണ്ട് ബ്രാഞ്ച് കമ്മിറ്റികളാണ് ആ ഡിവിഷനിൽ വരുന്നത്. ഒന്ന് ഇളവക്കോടും ഒന്ന് നടുക്കും. എന്നാൽ പൂങ്കോട് ബ്രാഞ്ച് കമ്മിറ്റിയുടെ ഒരു 6 പാർട്ടി മെമ്പർമാരോടൊപ്പം ഈ വാർഡിൽ വരുന്നു. അവരെയും ഉൾപ്പെടെ 3 പാർട്ടി കമ്മിറ്റികളും കൂടുകയും അവരുടെ ചുമതലക്കാരനായി ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഷാനവാസിനെ പാർട്ടി മണ്ഡലം കമ്മിറ്റി മെമ്പറെ ചുമതലക്കാരനായി കൊടുക്കുകയും ചെയ്തു. അവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കുകയും വരികയാണ്. വോട്ടർ പട്ടിക പേര് ചേർക്കുന്നതാണ് ആദ്യ നടപടി. ആ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചു. ഇനി അടുത്ത തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് പോവുകയാണ്. അത് LDF ആയി മുന്നണിയായാണ് വോട്ട് ചേർത്തത്. അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചു. ഈ ഉപതെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ മുന്നിൽ എന്ത് വിഷയമാണ് LDF അവതരിപ്പിച്ചത്? പ്രധാനമായും LDF ജനങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നത് ഒന്ന് വികസനമാണ്. വികസനമെന്ന് പറഞ്ഞാൽ ചടയമംഗലം പഞ്ചായത്തുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങളും സൃഷ്ടിയാൽ ഈ പൂങ്കോട് വാർഡിൽ നടന്ന വികസന പ്രവർത്തനങ്ങളുമാണ് ആ വോട്ടർമാരുടെ മുന്നിൽ LDFിന് മുന്നിൽ വയ്ക്കുന്നത്. അതിലൊന്ന് MLA എന്നുള്ള നിലയിലും മന്ത്രി എന്നുള്ള നിലയിലുള്ള വികസന പ്രവർത്തനങ്ങൾ. ഒന്ന്, ഈ വാർഡ് നിൽക്കുന്ന സ്ഥലം KSRC ഡിപ്പോ ഉൾപ്പെടെ വരുന്ന പ്രദേശമാണ്. അവിടെ MLA ഫണ്ടിൽ നിന്നും ഇപ്പോൾ അടിയന്തരമായി KSRTC ഗ്യാരേജിൻ്റെ ഉൾപ്പെടെ അതിൻ്റെ ഗ്യാരേജിനുമായി ബന്ധപ്പെട്ട് കുറച്ച് അറ്റകുറ്റപ്പണികളും 2 KSRTC തന്നെയാണ് ഇപ്പം ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ സംവിധാനങ്ങൾ KSRTC ഡിപ്പോയിലേക്ക് മാറ്റുന്നതിനുമായി ബന്ധപ്പെട്ട് MLA ഫണ്ടിൽ നിന്നും അതിനാവശ്യമായ തുക അനുവദിച്ചിട്ടുണ്ട്. 2 റോഡുകൾ KSRTC ജംഗ്ഷൻ നടുക്കുന്ന് ശിവപുരം റോഡിന് 10 ലക്ഷം രൂപ MLA ഫണ്ടിൽ വെച്ചിട്ടുണ്ട്. 2 ഇളവക്കോട് വാലികുന്ന റോഡ് 10 ലക്ഷം രൂപ. അതേപോലെ തന്നെ നമ്മളെ കല്ലുമല ക്ഷേത്രം ഇളവക്കോട് റോഡ് 10 ലക്ഷം രൂപ കൊടുത്തതിൻ്റെ മെയിൻ്റനൻസ് പണിയെല്ലാം കഴിഞ്ഞു. ഇനി അവിടെ ഒരു ബസ് സ്കൂളിലേക്ക് പോകുന്ന കുറച്ച് ഭാഗം ചെയ്യുന്നതിന് വേണ്ടി പൈസയായി TS കിട്ടി ടെൻഡർ നടപടിയിലേക്ക് പോയിരിക്കുകയാണ്. അങ്ങനെ MLA ഫണ്ട് മുഖേന അങ്ങനെയുള്ള വർക്കുകളെല്ലാം വികസനത്തിൻ്റെ ഭാഗമായി നടത്തുകയും ജില്ലാ പഞ്ചായത്ത് മുഖേന നമ്മൾ ഈ ചടയമംഗലത്തെ ഏറ്റവും വലിയ ജനങ്ങളെ ആവശ്യവും ജനങ്ങൾക്ക് എല്ലാവരും വന്ന് സഹകരിക്കുന്ന മകരവിളക്കുമായി ബന്ധപ്പെട്ട് ചടയമംഗലം അയ്യപ്പ ക്ഷേത്രമാണ്. ആ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ പോകുന്ന റോഡ് ഇൻ്റർലോക്കും മറ്റ് സൗകര്യങ്ങളും കൂടി ആധുനിക രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടി ജില്ലാ പഞ്ചായത്ത് 38 ലക്ഷം രൂപ ടെൻഡർ നടത്തി എഗ്രിമെൻ്റ് ചെയ്തു പണി ആരംഭിച്ചു. പിന്നെ തൊട്ട് അടുത്ത് ചടയമംഗലം ജംഗ്ഷനിൽ നിന്ന് നമ്മൾ KSRTC ലൈൻ കൂടെ പോകുന്ന ഏല അത് 2 റീച്ചായിട്ട് ആ വർക്ക് എടുക്കുകയും ആദ്യ വർക്ക് സൈഡ് കെട്ട് 10 ലക്ഷം രൂപയുടെ പണി തീരുകയും ബാക്കി 19 ലക്ഷം രൂപ ASും TSും കിട്ടി ആ വർക്ക് തുടങ്ങാൻ പോകുന്നു. പിന്നെ ഒരു ചടയമംഗലത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ ചടയമംഗലം ഡിവിഷൻ ഇളവക്കോട് ഡിവിഷൻ വരുന്ന ഈ വാർഡിൽ ബ്ലോക്കിൻ്റെ 2 പ്രദേശങ്ങളിലായി കുടിവെള്ള പദ്ധതി നടപ്പാക്കി വരുന്നു. അവിടെ മഹാത്മാഗാന്ധിൻ്റെ കെട്ടിടം അതിൻ്റെ 2ാം നിലയുടെ പൂർണ്ണമായ പണിയും ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കി കഴിഞ്ഞു. 3 അവിടമായി ബന്ധപ്പെട്ട് റോഡുകൾ ബ്ലോക്കിന് എടുക്കാൻ പറ്റാത്ത സാഹചര്യമുള്ളതുകൊണ്ടാണ്. എന്നാൽ പോലും കൊച്ചു മറ്റ് വർക്കുകൾ കുടിവെള്ള പദ്ധതികൾ, സോളാർ ലൈറ്റുകൾ, പിന്നെ അതേപോലെ തന്നെ ഈ നടുക്കുന്നിൽ കോളനിയിലേക്ക് പോകുന്ന ഒരു റോഡിൻ്റെ വർക്ക് അതിന് 20 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. എന്നാൽ 12 ലക്ഷം രൂപ വർക്ക് കഴിഞ്ഞു. ബാക്കിയുള്ള പൈസയുടെ ടെൻഡർ നടപടി ആയിട്ടില്ല. ആ വർക്ക് അതേപോലെ 12 ലക്ഷം രൂപ വർക്ക് തീർത്തിട്ടുണ്ട്. ഇതാണ് ബ്ലോക്ക് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നത് ഒട്ടനവധി വർക്കുകൾ. ഇപ്പം KSRTCയുടെ തൊട്ട് മുമ്പിൽ നിന്നും കിടക്കുന്ന റോഡ് ഒരു 200 മീറ്ററോളം പുതിയൊരു ബൈപ്പാസ് റോഡ് പോലെ പണിഞ്ഞ് അതിന് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് KSRTC ജംഗ്ഷൻ. പിന്നെ പഞ്ചായത്തിൻ്റെ ഒട്ടു വർക്കുകളുണ്ട്. ആ വർക്കുകളെല്ലാം ഞാൻ പറഞ്ഞു പോകുന്നില്ല. അതൊക്കെ വരും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വികസനപ്പെടുന്നു. എന്നാൽ ഈ ചടയമംഗലത്തെ ഈ വാർഡിൽ UDFിന് ജനപ്രതിനിധിയുണ്ട്. UDFിൻ്റെ MP ഒരു പൈസ പോലും വൈ ഇലക്ഷൻ നടക്കുന്ന വാർഡിൽ 1 രൂപ പോലും തന്നിട്ടില്ല.
അതെല്ലാം ജനങ്ങളെ മുമ്പിൽ ഞങ്ങൾ വോട്ടർമാരുടെ മുമ്പിൽ വക്കമിട്ട് വോട്ടർമാർക്ക് പറയുകയും അവരെ ബോധ്യപ്പെടുത്തുകയും ഈ തെരഞ്ഞെടുപ്പിൽ LDF അനുകൂലമായി ഒരു വിധിയെഴുത്തിന് വേണ്ടി മാത്രമാണ് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളും കൂടി ചർച്ചയായി വരുന്നു. ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾ ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയിൽ പഞ്ചായത്ത് ഭാഗത്ത് തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ ആ വികസന പ്രവർത്തനങ്ങളിൽ ചർച്ചയാവും. ആ ചർച്ചയാവുന്നത് ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നതിൻ്റെ മുന്നോടിയാണ് ഞാൻ പറഞ്ഞത്. ചടയമംഗലം പഞ്ചായത്ത് നടക്കുന്ന ഒട്ടനവധി വികസനങ്ങൾ പ്രതിപക്ഷവും ഭരണപക്ഷവും അങ്ങനെ വാർഡ് തിരിച്ചല്ലാതെ തന്നെ ഈ ചടയമംഗലം പഞ്ചായത്തിലെ 15 വാർഡുകളിലും ഒന്നായി കണ്ടുകൊണ്ട് 15 മെമ്പർമാരെ ഒന്നായി കണ്ടുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ചടയമംഗലത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു നമ്മുടെ ആരോഗ്യ രംഗത്തെ ചടയമംഗലം ഹോസ്പിറ്റൽ. ആ വിഷയത്തിന് പരിഹാരം കാണുവാൻ ഉള്ള എല്ലാ നടപടികളും പൂർത്തിയായി. എനിക്ക് തോന്നുന്നത് ഒരു 2-3 ദിവസത്തിനകം വെച്ച് അത് ഉദ്ഘാടനവും മറ്റൊന്നും വേണ്ടാത്തതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കം എന്നുള്ള രീതിയിലല്ലാതെ തന്നെ ഇതിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി നേരത്തെ കൊറോണ സമയത്ത് നിർത്തിവെച്ചിരുന്ന കിടത്തി ചികിത്സ തൊട്ട് അടുത്ത ദിവസങ്ങളിൽ തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ഒരുക്കി പഞ്ചായത്ത് കൊടുത്തിട്ടുണ്ട്. HMC കമ്മിറ്റി കൂടി അതിൻ്റെ HMC കമ്മിറ്റി എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതികളും ഉണ്ടായിരുന്നു. ആർക്കും തർക്കമേ ഇല്ലാതെ ആ കാര്യങ്ങളെല്ലാം പരിഹരിച്ചിട്ടുണ്ട്. 2 ചടയമംഗലം പഞ്ചായത്തിലെ കല്ലടത്തണ്ണി മുതൽ ആയൂർ പാലം വരെയുള്ള ഭാഗം വരുന്ന ചടയമംഗലം പഞ്ചായത്തിൽ നടന്ന ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ നമുക്ക് പൊതുജനങ്ങളെ മുമ്പിൽ ഈ പൂങ്കോട് വാർഡിലെ വോട്ടർമാരുടെ മുമ്പിൽ തുറന്ന് കാര്യങ്ങൾ പറയുകയും വികസനമാണല്ലോ ഒരു വലിയ വിഷയം എന്നുള്ള രീതിയിൽ UDF പറയുന്നത്. ആ വികസനങ്ങൾ ഇവിടെ നടന്ന വികസനങ്ങളല്ല. UDF ചെയ്യുന്നത് BJP ചെയ്യുന്നത് ഏതൊരു കാര്യം ചെയ്യുന്നതിൻ്റെ തലേ ദിവസം ഒരു സമര പരിപാടി എടുക്കുക എന്നുള്ളത്. നമ്മുടെ ജംഗ്ഷനിൽ തന്നെ രാഷ്ട്രീയമായി ഒന്നുമല്ല. ചടയമംഗലം ജംഗ്ഷനിലെ എല്ലാവരെയും കൂടെ ആവശ്യമായിരുന്നു ആ ലൈറ്റ് വർക്കിൻ്റെ പണി തീർന്നു. അതിന് ബ്ലോക്ക് കമ്മിറ്റി 1-ാം തീയതി കമ്മിറ്റി കൂടി 27-ാം തീയതി ഉദ്ഘാടന ഡേറ്റ് എടുത്തത്. അതുപോലും ഉദ്ഘാടന ഡേറ്റ് അറിഞ്ഞുകൊണ്ട് പിറ്റേന്നൊരു സമരം നടത്തുന്ന രീതിയാണ് നടക്കുന്നത്. ഒരിടത്ത് മാവേലി സ്റ്റോർ സാധാ മാവേലി സ്റ്റോർ ആയിരുന്നത് സൂപ്പർ മാർക്കറ്റിലേക്ക് എത്തുകയും ആ സൂപ്പർ മാർക്കറ്റായി എന്ന് പറഞ്ഞതിൻ്റെ ഓർഡർ ഇറങ്ങിയതിൻ്റെ പിറ്റേന്ന് ഒരിടത്തൊരു സമര പരിപാടി വയ്ക്കുകയും ചെയ്തു. അതെല്ലാം പൊതുജനങ്ങളുടെ മുമ്പിൽ ഇവിടുത്തെ വോട്ടർമാരുടെ മുമ്പിൽ കണ്ണിൽ പൊടിയിടുന്ന പരിപാടിയല്ലാതെ ഒരു വികസന പ്രവർത്തനവും UDFൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല. ചടയമംഗലത്തെ പഞ്ചായത്ത് ഭരണസമിതിയുടെ വികസന പ്രവർത്തനങ്ങളായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ വരുന്നതും. കേരള സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളും കൂടെ ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ എല്ലാ ജനങ്ങളും മുന്നിലേക്ക്. പൂങ്കോട് വാർഡ് LDFന് നല്ല ശക്തിയുള്ള വാർഡാണ്. അതുകൊണ്ട് ഈ പൂങ്കോട് വാർഡിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാവുന്ന വാർഡാണ്. അതിലൊന്നും ഒരു വ്യത്യാസവുമില്ല. അതിൻ്റെ ചിട്ടയായ പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിൽ നടത്തും. ഇതുവരെ പൂങ്കോട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങൾ സാക്ഷിയോട് പങ്കുവച്ചത് CPIയുടെ ചടയമംഗലം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അജയനാണ്. അപ്പോൾ ഇത്ര നേരം സാക്ഷിയോട് ഇത്തരം വിഷയങ്ങൾ പങ്കുവച്ചത് സന്തോഷം.